How to create a typography like Apple big titles. So stay tuned. It's very easy. അപ്പോൾ ഐഫോൺ 14 അവർ ആപ്പിൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പുതിയൊരു ടെക്നിക്കാണ്, ഒരു ടൈപ്പോഗ്രാഫി സ്റ്റൈലാണ് ബിഗ് ടൈറ്റിൽസ്, ബിഗ് ഇവൻറ്റ്സ്, ബിഗ് ന്യൂസ്, അങ്ങനത്തെ ആ ഒരു പേഴ്സ്പെക്റ്റീവ് വെച്ചിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ആഫ്റ്റർ എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ഫുൾ HD കോമ്പോസിഷനാണ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഇൻ്റർഫേസ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ടൈപ്പോഗ്രാഫി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ടൂൾസിൽ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്തു, ജസ്റ്റ് ഇതേപോലെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതുപോലെ അല്ല വേണ്ടത്, ഇതേപോലെ ഒരൊറ്റ സെൻറ്റൻസ് ഒരൊറ്റ ലെയർ ആയിട്ടല്ല വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 ടെക്സ്റ്റ് ലെയറായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് Ctrl+D പ്രസ് ചെയ്തു, അതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത്, എന്നിട്ട് ഫസ്റ്റത്തെ ആ ഒരു സെൻറ്റൻസ് മാത്രം ബാക്കി വെച്ചു. ഇനി അടുത്ത സെൻറ്റൻസ് അത് അടുത്ത ലെയറിലാണ് വേണ്ടത്. അപ്പോൾ Ctrl+D പ്രസ് ചെയ്തു, അത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് മൂവ് ചെയ്തു. അടുത്തപ്പം ദിസ് ഈസ് എ ടൈപ്പോഗ്രാഫി എന്നുള്ള ടൈപ്പോഗ്രാഫി എന്ന് ടൈപ്പ് ചെയ്തു. ഇനി മൂന്നാമത്തത് എന്ത് ചെയ്തു, ഇതേപോലെ Ctrl+T പ്രസ് ചെയ്തു. അപ്പോൾ 3 ലെയറായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി അടുത്തതായിട്ട് വേണ്ടത്, ഞാൻ ജസ്റ്റ് എല്ലാം അലൈൻ ചെയ്തു, സെൻറ്ററാക്കി വെച്ചു. ഇനി നമുക്ക് ഇതിനെ കൺവേർട്ട് ടു 3D എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. അപ്പം ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഈ സെൻറ്ററിൽ നമ്മൾ പേഴ്സ്പെക്റ്റീവ് ചെയ്യുന്ന ടൈപ്പോഗ്രാഫിയുടെ ആങ്കർ പോയിൻറ്റ്, സെൻറ്റർ പിവോട്ട് എന്ത് ചെയ്യുക, ഒന്ന് ചേഞ്ച് ചെയ്യുക. ഒരു ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ എന്ത് ചെയ്യുക, ഒന്ന് ചേഞ്ച് ചെയ്യുക. ഇനി നിങ്ങൾ R പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റൊട്ടേഷൻ ടൂൾ ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതേപോലെ ടെക്സ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് ആ ഒരു പേഴ്സ്പെക്റ്റീവ് കറക്റ്റ് കിട്ടുന്നില്ല. അപ്പം ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ സംഭവം ഇതിൻ്റെ മാജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു വൈഡ് ആംഗിൾ ക്യാമറ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിവിടെ ലെയറിൽ ന്യൂവിൽ ക്യാമറ കൊണ്ടുവരാം. നിങ്ങൾക്കിവിടെ ഒരുപാട് പ്രീസെറ്റ് കാണാം. 50mm, അങ്ങനെ ഒരുപാട് 20mm, 15mm. പിന്നെ ഇവിടെ ഏറ്റവും അവർ ഡിഫോൾട്ടായിട്ട് കൊടുക്കുന്നത് 15mm ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോക്കൽ ലെങ്ത് വീണ്ടും കുറക്കാം. ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു 8mm കൊടുക്കുന്നു. 8 എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പം ഭയങ്കര സൂപ്പർ വൈഡ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ക്യാമറ. ഇനി നിങ്ങൾ ടൈപ്പോഗ്രാഫി ടെക്സ്റ്റിൽ വന്നിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് പേഴ്സ്പെക്റ്റീവ് എന്ത് ചെയ്യാം, ഫീൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ജസ്റ്റ് ഒരു വൈഡ് ആംഗിൾ ലെൻസ് ഒരു ക്യാമറയിൽ ഇൻസേർട്ട് ചെയ്ത പോലെയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്തപോലെ ടെക്സ്റ്റിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പേഴ്സ്പെക്റ്റീവ് അതുപോലെ തന്നെ പൊസിഷനും കാര്യങ്ങളൊക്കെ സ്ലൈറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു കറക്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ആപ്പിൾ സ്റ്റൈലിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു വൈഡ് ആംഗിൾ ക്യാമറ എന്ത് ചെയ്യുക, ആഫ്റ്റർ എഫക്ട്സിൽ ഇമ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ ടെക്സ്റ്റിൻ്റെ പൊസിഷനൊക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ ടെക്നിക്ക്. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ടൈപ്പോഗ്രാഫി ഒരു ആനിമേഷൻ എങ്ങനെ, ഞാനെല്ലാം റീസെറ്റ് ചെയ്ത് പോയ പോലെ തന്നെ ആക്കുകയാണ്, ഒരു ആനിമേഷൻ എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. അപ്പം ഒന്നുമില്ല, ഫസ്റ്റ് ഒരു 1 സെക്കൻഡിൽ പോയി ഇതിൻ്റെ പൊസിഷനിൽ കീ ഫ്രെയിം കൊടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ റൊട്ടേഷനിലും എന്ത് ചെയ്യുക, ഫസ്റ്റ് കീ ഫ്രെയിം കൊടുത്തു. എന്നിട്ട് പൊസിഷനിലും റൊട്ടേഷനിലും കീ ഫ്രെയിം കൊടുത്തു. എന്നിട്ട് ഒരു 2ാമത്തെ സെക്കൻഡിൽ പോയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു പേഴ്സ്പെക്റ്റീവിലേക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടൈപ്പോഗ്രാഫിയെ മാറ്റി വെക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യുക, ഒന്ന് മൂവ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇതിന് ജസ്റ്റ് ഒരു ഈസ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു കറക്റ്റ് ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന് ശേഷം ഈ ഒരു ടെക്സ്റ്റിലേക്ക് സൂം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു നൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ക്യാമറ എന്ത് ചെയ്യുക, നള്ളായിട്ട് പാരൻ്റ് ചെയ്യാം. എന്നിട്ട് നള്ളിൻ്റെ പൊസിഷൻ ഡെപ്ത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സൂമിൻ പോലെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് ചെറുതായിട്ടൊരു സാമ്പിൾ ക്രിയേറ്റ് ചെയ്തതാണ്, ഒരു പേഴ്സ്പെക്റ്റീവ് വെച്ചിട്ടുള്ള ഒരു ടൈപ്പോഗ്രാഫി ആനിമേഷൻ. അപ്പം വളരെ സിമ്പിളാണ്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ അപ്ഡേറ്റ്സ്.